സംസ്ഥാനത്ത് തുലാവർഷം ശക്തി പ്രാപിക്കുന്നു. വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. മധ്യ വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയിൽ കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലെ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? പ്രത്യേകിച്ചും കൊച്ചിയിലൊരു അവസ്ഥ എന്താണ്? കൊച്ചിയിൽ പലയിടത്തും വെള്ളം കയറി എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ വരുന്നു. മായ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ്. ഇത് രാവിലെ ഇപ്പോൾ തെളിഞ്ഞൊരു കാലാവസ്ഥ നമുക്ക് കാണാമെങ്കിലും വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല. ഇത് പ്രധാനമായും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മൂലം ഉണ്ടായൊരു വിഷയമാണ്. മാത്രമല്ല ഇതിൻ്റെ കാന കൃത്യമായ രീതിയിൽ തുറന്നു വിടാത്തതുകൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. ഇപ്പോൾ വെള്ളം ഇറങ്ങി വരികയാണ്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പ്രധാനമായും ഇവിടെ രാവിലെ എത്തി ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കിയത്. അതായത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അത് ഒഴിവാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് വ്യാപകമായുള്ളത്. കാരണം കാൽനടക്കാർക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും, കാറിൽ വരുന്നവർക്ക് മാത്രമാണ് ഇപ്പോഴും പോകാൻ സാധിക്കുന്നത്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം ഇവിടെ വെള്ളക്കെട്ട്, അതായത് ചെറിയ മഴയുണ്ടായാൽ പോലും ഒരു വെള്ളക്കെട്ടിനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കനത്ത മഴയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ വെള്ളം ഉയർന്ന ഒരു സാഹചര്യം വന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ റോഡിലും ഈ വെള്ളക്കെട്ട് കാണാൻ സാധിക്കും. രാവിലെ കുറേ കൂടി, അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമുള്ള മെട്രോ സ്റ്റേഷൻ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വെള്ളക്കെട്ട് താഴ്ന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ രാവിലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലത്തെ അവസ്ഥ വെച്ചുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ലെവലിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ആ റോഡ് ബ്ലോക്കാണ്. ഇപ്പോൾ വൺ വേ ആണ്. റെയിൽവേന്ന് ഇറങ്ങി വരുന്ന വഴി വരുന്ന വണ്ടി റോഡ് ബ്ലോക്കായിട്ടുള്ളത്. ഇപ്പോഴും ബ്ലോക്കായിട്ട് തന്നെയുള്ളത്. ഇന്നലെ രാത്രി 12 മണി തൊട്ട് ഇപ്പോൾ സമയം ഒരു 10 മണിയായി. 10 മണിയായിട്ടും വെള്ളം കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും വെള്ളത്തിൻ്റെ തന്നെ ഉള്ളത്. പ്രധാനമായിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. എന്നാൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി നടക്കുന്നില്ല, ഇതുവരെ നടന്നിട്ടില്ല. ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും ഒക്കെയാണ് ഇപ്പോൾ ഇത് വെള്ളം ഒഴിവാക്കാൻ വേണ്ടി കുത്തിവിടുകയൊക്കെ ചെയ്തത് അല്ലേ? ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരുമാണ്. ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇത് ആൾക്കാർ വന്നിട്ട് ഇത് പോകാൻ വഴിയില്ല. ലഗേജ് എടുക്കാൻ, ലഗേജ് പോലെ പെണ്ണുങ്ങളെല്ലാം ലഗേജ് തല ചുമന്നുകൊണ്ടാണ് പോയത്. ഇത് കുട്ടികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടായത്. അവർക്കെല്ലാം ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും വിഷമിച്ചു. അതെന്ന് വെച്ചാൽ മുത്തപ്പം വെള്ളമായിരുന്നു. വെള്ളം കാരണം ഒരടി അങ്ങോട്ടും പോലും ഇങ്ങോട്ടും വെക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് പോലും നടക്കാൻ പറ്റില്ല. എന്നാൽ വണ്ടിയുടെ കാര്യം അവസ്ഥ ആലോചിക്കുക. വണ്ടി പോലെ ഈ മെയിൻ സ്ഥലമെല്ലാം ബ്ലോക്കായിരുന്നു. മെയിൻ റോഡ്, ഇത് റെയിൽവേ ഇറങ്ങി വരുന്ന മെയിൻ റോഡാണ്. ഇത് ബ്ലോക്കായിരുന്നു. ഇന്നലെ 12 തൊട്ട് ഇത് രാത്രി ഇത്ര സമയം വരെ ബ്ലോക്കായിരുന്നു. ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കാം, അവിടെ മൊത്തം ബ്ലോക്കായിട്ട് കിടക്കുക. ഈ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട ഒരു വഴിയാണ്, അതൊരു ഇടവഴിയാണ്. റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട പ്രധാന വഴി മെട്രോയുടെ ഇടം വഴി വരുന്നതാണ്. പക്ഷേ പ്രധാനമായും ആളുകൾ ആശ്രയിക്കുന്ന മറ്റൊരു വഴി കൂടിയാണ് ഇത് കാലാവസ്ഥയുമായി മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമല്ല. കാരണം മഴ മാറി നിന്നിട്ട് ഇത്രയും നേരം മഴ മാറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4-5 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ബാക്കി പത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ എന്നിട്ടും ഇതുവരെ വെള്ളം ഇറങ്ങാത്തതാണ് അത് റെയിൽവേയുടെ ഒരു അനാസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇത് വേണ്ട വിധത്തിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി പ്രധാനമായിട്ട് പറയുന്നത്. എന്തായാലും വെള്ളം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് അധികം താമസിയാതെ, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോഴും നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയാണ് യാത്രികർ പോകാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.